ഹായ്, എല്ലാവർക്കും നമസ്കാരം. അതായത് ആലത്തൂർ BSS പ്രകൃതി പഠന സംരക്ഷണ കൗൺസിലിൻ്റെ 174ാമത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ആറളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിലേക്കായിരുന്നു. അതിൽ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ പുറത്തേക്ക് പോയിരുന്നു. അതുവരെ ട്രക്കിംഗ് ഒക്കെ ആയിരുന്നു. അക്കരെ ഇക്കരെ അമ്പലത്തിൻ്റെ പരിസരത്താണ് അന്ന് പോയത്. അതിനടുത്തുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ആ ഫോട്ടോ കാണുന്നത്. അക്കരെ ഇക്കരെ ക്ഷേത്രം പറഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ള, നമുക്ക് അറിഞ്ഞിട്ടുള്ളതായിരിക്കും അല്ലെ, ദക്ഷിണകാശി, അതായത് സൗത്തിൻ്റെ ദക്ഷിണ കാശിയും അതുപോലെ തന്നെ വാരണാസിയും അറിയപ്പെടുന്ന കണ്ണൂരിന് സ്വന്തമായിട്ടുണ്ടെന്നാണ്. ഇക്കരെ ക്ഷേത്രം ഒരു മറ്റേ ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അക്കരെ ഇക്കരെ ഇക്കരെ ക്ഷേത്രം പറഞ്ഞാൽ എല്ലാ സമയങ്ങളും എല്ലാ ദിവസങ്ങളും ഭക്തർക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വഴികളിലെ രാജവീതി പോലെ ഒരു സൈന്യം. അക്കരെ ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ട് അതിൻ്റെ കോംപ്ലക്സ് ഉണ്ട്. റെസ്റ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇക്കരെ ക്ഷേത്രത്തിന് വഴിയാണ് ഇവിടെ. അതിൻ്റെ മറ്റേ വഴിവിളക്കുകളും അതിൻ്റെ കാലും പാദങ്ങളും അതിലുള്ള വഴികളും ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ തന്നെയായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റുന്ന എല്ലാവരും തന്നെ അമ്പലം സന്ദർശിക്കുകയുണ്ടായി. അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ വഴിപാട് എന്ന് പറയുന്നത് വലിയ വട്ടളം, അരവട്ടളം, കാൽവട്ടളം, അന്നദാനം, ഒരു ദിവസ പൂജ എന്ന് പറയുകയാണ്. വലിയ പട്ടണത്തിന് 20,000 രൂപയാണ്. വലിയ പട്ടണം പറഞ്ഞാൽ ഒരു പട്ടണത്തിൻ്റെ ഫുള്ള് അര കാൽഭാഗം എന്നുള്ളതൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കണം അത്. വരുന്ന കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഒരു അമ്പലമാണ് ഈ പറയുന്ന അക്കരെ ക്ഷേത്രവും ഇക്കരെ ക്ഷേത്രവും എന്നുള്ളതാണ്. നമ്മുടെ ടീമും അവിടെ കഴിഞ്ഞ ശേഷം ഫോട്ടോ ഫിനിഷിന് മുമ്പ് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. വാസി മാഷ്, രാധ ടീച്ചർ ഉള്ളവർ. ഇത് അക്കരെ ക്ഷേത്രമാണ്. അക്കരെ ക്ഷേത്രത്തിലേക്ക് വഴിയാണ്. അപ്പോൾ ഈ ഇക്കരെ ക്ഷേത്രമാണ് എല്ലാ ദിവസവും ഭക്തർക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത്. അക്കരെ ക്ഷേത്രം എന്ന് പറയുന്നത് വൈശാഖ ഉത്സവത്തിൻ്റെ സമയത്താണ്. അതായത് മെയ് ജൂൺ മാസങ്ങളിലാണ് അത് തുറക്കപ്പെടുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടച്ചു വയ്ക്കുന്നതാണ്. അപ്പോൾ അതെല്ലാവരും അവിടെ പോയി തിരിച്ചു വരികയാണ്. കാരണം അവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അതിൻ്റെ അതായത് ഭവാനി പുഴയുടെ പരിസരത്ത് വെച്ചിട്ട് അത് ഒരു കവാടം ഉണ്ട്. ആ കവാടം അടച്ചു വെച്ചിരിക്കുകയാണ്. അതുവരെയും മാത്രമേ പോകാൻ പറ്റുള്ളൂ. പോയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ പരിസരം അല്ലെങ്കിൽ ആ പുഴയുടെ പരിസരം ഒന്ന് നോക്കിയിട്ട് വരാനേ കഴിയുള്ളൂ. അതേസമയത്ത് മെയ് ജൂൺ ആ സമയത്ത് ആ ഉത്സവം നടക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ രണ്ട് ക്ഷേത്രത്തിലേക്കും പോകാൻ കഴിയുമെന്നുള്ളതാണ്. അതാണ് അക്കരെ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. അത് ആ സമയത്ത് മാത്രമേ തുറക്കുമെന്നുള്ളതാണ്. അല്ലാത്തത് ഇക്കരെ ക്ഷേത്രത്തിലുള്ള എല്ലാ ഭക്തർക്കും കയറാൻ പറ്റുന്നതാണെന്നുള്ളതാണ്. ആ പുഴയാണ്, ഭവാലി പുഴയുടെ തീരത്താണ് എന്നുള്ളതാണ്. അങ്ങനെ അത് കാണാൻ പറ്റാത്ത ഒരു നിരാശ എല്ലാവരും തിരിച്ച് മടങ്ങുകയാണ്. ഇത് ഭവാലി പുഴയാണ്. അല്ലെ, കണ്ണീര് പോലെയുള്ള വെള്ളമാണ്. വളരെ സുന്ദരമായി ഒഴുകുന്ന, വളരെ ശാന്തമായി ഒഴുകുന്ന, വളരെ ഭംഗിയുള്ള ഒരു പുഴ. പിന്നെ ഞങ്ങളെ അങ്ങനെ നേരത്തെ പോയത് ആറളം ഫാമിലേക്കാണ്. ആറളം ഫാമിംഗ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള 215 ഏക്കർ സ്ഥലത്ത് വിസ്തൃതമായി കിടക്കുന്ന ആറളം ഫാം വളരെ സുന്ദരമായിട്ടുള്ള ഒരു ദൃശ്യങ്ങളായിരുന്നു. കശുമാവും അതുപോലെ തന്നെ തെങ്ങ്, അതുപോലെ വിവിധ വൃക്ഷങ്ങൾ എന്നിവയെല്ലാം തന്നെ അതിൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. യഥേഷ്ടം ജോലിക്കാർ കൂടി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ആറളം ഫാം. ആണ് അതിൻ്റെ സെൻട്രൽ നഴ്സറിയിലേക്കുള്ള എൻട്രാൻസ് ആണ്. അതിൻ്റെ ഓഫീസ് സംബന്ധമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളാണ്. അത് നോക്കിയാൽ കാണാം. അതായത് ആ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഒരുപാട് മറ്റേ പ്ലാന്റുകൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പല റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പലരും പല കാര്യങ്ങൾ പറഞ്ഞു. സെൻട്രൽ നഴ്സറിയിലേക്കുള്ള വഴിയാണത്. ഞങ്ങൾ 2 വണ്ടിയിലായിരുന്നു പോയത്. 2 വണ്ടി ടീമുകളും അവിടെ സെൻട്രൽ നഴ്സറി എന്ന് സന്ദർശിച്ചു. അവിടെ നിന്ന് സാധനങ്ങളൊന്നും വാങ്ങിക്കരുതെന്ന് ചെറിയ നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. കാരണം വണ്ടിയിൽ കൊണ്ടുവരാൻ പറ്റാത്തത്. എങ്കിലും കുറേ പേരെല്ലാം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഈ നാരങ്ങയുടെ ചെടികളെല്ലാം കുറച്ച് പേര് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 40 രൂപയ്ക്ക് വലിയ നാരങ്ങ തൈ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞാൽ ഫലവൃക്ഷങ്ങളുണ്ട്, അതല്ലാത്തതുണ്ട്. അതുകൂടാതെ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ വൃക്ഷങ്ങളും ചെടികളും സീപ്പേഴ്സും അങ്ങനെയുള്ള കുറേ ടീമുകളും
ക്രീപ്പേഴ്സ് തുടങ്ങിയിട്ടുള്ള അങ്ങനെ പല വെറൈറ്റീസിലുള്ള ചെടികളും സസ്യങ്ങളുണ്ട്. അതിൽ പ്രധാനം എനിക്ക് തോന്നുന്നത് ഇതാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് മുളക് കൃഷിയാണ്. മുളക് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 50ഓളം വെറൈറ്റിയിലുള്ള വിവിധ തരത്തിലുള്ള പച്ചമുളകുകൾ, അതായത് വ്യത്യസ്ത കളറുകൾ, കറുപ്പുണ്ട്, നീലയുണ്ട്, മഞ്ഞയുണ്ട്, പച്ചയുണ്ട്. ഇതൊരു മുളകാണ് കണ്ടില്ലേ, ഒരു മണി പോലെയുണ്ട്. മച്ച, പർപ്പിൾ, വയലറ്റ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തതരമായിട്ടുള്ളത്. വലിപ്പവും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പ്, ചിലത് മോളിലേക്ക് നോക്കുക വയലറ്റ്, മോളിലേക്ക് നോക്കി നിൽക്കുന്ന ചില തൂങ്ങി കിടക്കുന്നു. അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു അത്ഭുതം തന്നെയായിരുന്നു. അതിന് ചെടി കിട്ടുമോ എന്ന് അന്വേഷിച്ചു, ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി അടുത്ത സീസണിൽ ജൂൺ ആ സമയത്തൊക്കെയാണ് അതിൻ്റെ ചെടി, മെയ് ജൂൺ ആ സമയത്താകുമ്പോഴേക്കും ഇതിൻ്റെ ചെടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് വരികയാണെങ്കിൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് വെക്കണം. നല്ല എരിവുള്ളതും എരിവില്ലാത്തതും കാണാൻ ഭംഗിയുള്ളത് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. നമ്മുടെ ടീമിലെ ക്യാമ്പിലെ അംഗങ്ങളുടെ മുഴുവൻ ആകാംക്ഷ നിറഞ്ഞ ഒരു സ്പോട്ട് കൂടിയായിരുന്നു ഈ പച്ചമുളകിൻ്റെ ഈ ഫാം. എല്ലാവരും നോക്കി അന്തം വിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അവിടുത്തെ ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ ടെൻറ്റിനകത്തുള്ള കുറേ, അതായത് തെങ്ങുമറ്റിയാണ്. തിരിച്ചു ഞങ്ങൾ ഡോർമെട്രിയിൽ വന്നു. ഞങ്ങളുടെ ലഗേജൊക്കെ എടുത്തിട്ട് ഭക്ഷണം കഴിഞ്ഞ് ലഗേജ് എടുത്തിട്ട് തിരിച്ചു പോകാമെന്ന് പറയുന്നത് അവസാനത്തെ സ്നാപ്പാണ് തോന്നുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇത് ഈ ആറളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം എന്നാണ് അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ഇതാണ്, ഇത് ചീങ്കണ്ണിപ്പുഴയുടെ പാലത്തിൻ്റെ മതിലാണ്. അതിൻ്റെ താഴത്ത് കൂടെ ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഈ പറയുന്ന ആറളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തിരിച്ചു പോകാനുള്ള ഒരു മൂഡിലാണ്. അപ്പോൾ ഇത് പങ്കെടുത്തവർ പറഞ്ഞാൽ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്, റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്, ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ സാമൂഹിക പ്രവർത്തനമായി നടത്തുന്ന ഇതിനുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. രവിയേട്ടൻ പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് റിട്ടയർഡായതാണ്. അതിൻ്റെ ബാക്കിൽ വരുന്നത് അതുപോലെ തന്നെ ഡോക്ടർ വേലായുധ സാറാണ്. ഞാനും അതുപോലെ തന്നെ ബാസി മാഷ്, അങ്ങനെ കുറേ ടീമുകളാണ്. ഓക്കെ, തിരിച്ചു വരുന്നതിൻ്റെ ഒരു മൂഡിലാണ്. അതിന് നേരെ അപ്പുറത്ത് കാണുന്ന ഒരു വലിയൊരു പ്ലാവാണ്, നിറച്ചു ചക്കയാണ്. ഇത് ആനയ്ക്കുള്ളതാണോ എന്നറിയില്ല. അവിടെ ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യമുള്ള ഒരു സ്ഥലമാണ്. ഒരു 17 പേരോളം കാട്ടാന ചവിട്ടി കൊന്നിട്ടുള്ള ഒരു ഏരിയ കൂടിയിട്ടാണ് ആറളം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു മതിൽ, 18 കിലോമീറ്റർ നീളത്തിലാണ് ഒരു മതിൽ കെട്ടി അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ദാവൂദ് തന്നെ ആണ് നമ്മുടെ നേതാവ്. ഓക്കെ, അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എങ്കിലും യാത്രയും സ്ഥലങ്ങളും അതുപോലെ തന്നെ അതെല്ലാം ഇഷ്ടപ്പെടുന്ന കുറേ വ്യക്തികൾക്ക് ഒരു ചെറിയ ഒരു താല്പര്യം ഉണ്ടാകുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഇവിടെ അറിയിച്ചത്. ഇനി അടുത്തൊരു യാത്രയിൽ കാണുന്നവരെ ഗുഡ് ബൈ.